ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ നായിക കുക്കിയാണ്. അപ്പോൾ നമ്മളുടെ സത്യത്തിൽ നമുക്ക് നായികമാരാണ് കൂടുതൽ, നായകന്മാർ കുറവാണ് നമ്മളുടെ വീട്ടിൽ. കുക്കിയാണെങ്കിലും ചക്കിയാണെങ്കിലും മില്ലിയാണെങ്കിലും ടെഡിയാണ് പിന്നെ നമുക്ക് നായകനായിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കുക്കിയുടെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ കുക്കീനെ വാങ്ങിക്കണ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെഡി പുറത്തേക്ക് ഇറങ്ങി കൂട്ടിലേക്ക് പോയി. അപ്പോൾ നമുക്ക് അകത്ത് എന്ന് പറയുന്നത് മില്ലി ഉണ്ട്, എന്നാലും നമുക്ക് അകത്ത് മില്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നറിയോ, നമ്മൾ അവളെങ്ങനെ അകത്തിട്ട് അടച്ചിട്ടിട്ടല്ലല്ലോ വളർത്തണം, പൂച്ചകളല്ലേ. അപ്പം നമുക്കൊരു ജനവാതിൽ പോലും തുറന്നിടാതെ നമുക്ക് നമ്മളെ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പം ജനവാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവൾ അതിൽ കൂടെ പോകും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പകൽ സമയത്തൊന്നും മില്ലി ഒന്നും ഉണ്ടാവില്ല. രാവിലെ ഉറങ്ങി എന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് പോകും. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ ചിലപ്പോൾ വന്നുന്നായി, ചിലപ്പോൾ വൈകിട്ട് വരും, കെടുക്കാൻ വരും, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് മില്ലി. ആ സമയത്തുള്ള കുഞ്ഞു പാമ്പറിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവരെ ഇങ്ങനെ കൊഞ്ചിക്കലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കസിൻ്റെ ഒരു വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് നമ്മൾ കുക്കി ഷിറ്റ്സുവിനെ നമ്മൾക്ക് പണ്ടേ നമ്മൾ ഈ കൊറോണയുടെ സമയത്ത് നമ്മൾ ടെഡീനെ വാങ്ങിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറേ വീഡിയോസ് കാണുമല്ലോ, അങ്ങനെ ടെഡീനെ എങ്ങനെ നോക്കണം, അങ്ങനെയുള്ള കാര്യം. ഗോൾഡൻ റിട്രീവർ അല്ലേ, അപ്പോൾ അങ്ങനെ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഷിറ്റ്സു എന്താ പറയുക, ഷിറ്റ്സുവിനെ കുറിച്ച് വീണ്ടും നമ്മൾ ഒന്നും കൂടെ ചിന്തിച്ചു. അങ്ങനെ പിന്നെ ഫുൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിറ്റ്സുവിൻ്റെ സകല ഡീറ്റെയിൽസും കുറേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷിറ്റ്സുൻ്റെ എന്താ പറയുക, എങ്ങനെ നോക്കണം, എങ്ങനെ ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഒക്കെ സെറ്റായിട്ടാണ്. ആ സമയത്ത് ഇവളിങ്ങനെ വന്ന സമയത്തൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഷിറ്റ്സു എന്ന് പറയണത് ഇവർ ടോയ് ബ്രീഡല്ലേ. അപ്പോൾ പെട്ടെന്ന് നമ്മളായിട്ട് ഇണങ്ങും. ഇപ്പോഴാണെങ്കിൽ കൂടി ആരെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ, ഗേറ്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ അവൾ ഓടും. അവർ സത്യം പറയുകയാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരെ കൂടെ പോകും. അത്രയേ ഉള്ളൂ. അത്രയും ഭയങ്കരമായിട്ട് എല്ലാവരായിട്ടും ഇണങ്ങും. പേടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ചിലവരൊക്കെ വരുമ്പോൾ അതുപോലെ പേടിയില്ല, കുഴപ്പമില്ല എന്ന് പറയും, അവർ നല്ല ഇതാവും. പക്ഷെ ചിലവർക്ക് പേടിയാണ്. ഇങ്ങനെ ഇവള് വന്ന് നക്കും, നമ്മളെ ചിലപ്പോൾ കടിക്കുമ്പോണ്ടല്ലോ, നമ്മളുടെ കാലിൻ്റെ തള്ളവിരലുണ്ടല്ലോ, അത് ഫുള്ള് കൊണ്ട വായില പോവും. അതുപോലെ അവൾ കടിക്കും. വേദന എടുക്കുന്നില്ല, പക്ഷെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും. അങ്ങനെയൊക്കെ, അതായത് നമ്മൾ വൈകിട്ടൊക്കെ വൈകുന്നേരം ഉറക്കം കഴിഞ്ഞ് രാവിലെ നമ്മൾ എണീറ്റ് വരില്ല, അപ്പോൾ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ നമ്മൾ സ്റ്റെപ്പുമ്പോൾ ഇറങ്ങി വരുമ്പോൾ നമ്മളെ കാലുമ്മയും ഒക്കെ കടിക്കും. അപ്പോൾ അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതൊന്നും നമ്മളുടെ ടെഡിക്കില്ല. ടെഡി കുറച്ചും കൂടെ മെച്ചേർഡാണ്. അപ്പോൾ ചെറുപ്പത്തിലായിരുന്നെങ്കിലും അവൻ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര സ്നേഹമുണ്ട്, മേത്തേക്ക് ചാടുന്നല്ലാണ്ട്. ഇത് ഈ ഷിറ്റ്സു ബ്രീഡ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഭയങ്കര കുറുമ്പെന്ന് പറയില്ല നമ്മളെ കുട്ടികൾ, അതുപോലത്തെ ഒരു ടൈപ്പാണ്. ഇവിടെ നമ്മൾ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു ഒരു 60-65 ദിവസമൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ആകെ ഒരു നിങ്ങൾ കണ്ടതല്ലേ, അത്രയും കുഞ്ഞായിരുന്നു, ഉരുണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ അകത്തൊക്കെ മുള്ളിയേക്കും. ഒന്നും പഠിച്ചിട്ടില്ല. പൂച്ചകൾ അങ്ങനെയല്ല, എല്ലാ ബോഡി ട്രെയിനും അമ്മയുടെ അടുത്തുനിന്ന് പഠിച്ചിട്ടാണ് വരാം. പക്ഷെ പട്ടിക്കുട്ടികളെ നമ്മൾ വേണം പഠിപ്പിക്കാനായിട്ട്. കുറേ സമയം എടുത്തു പഠിപ്പിക്കാൻ. എനിക്ക് തോന്നുന്നു 1-2 മാസമൊക്കെ എടുത്തിട്ടാണ് ഞാൻ കുറേ ട്രൈ ചെയ്തു. ഈ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ട്രേ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ എന്തായിരുന്നു, പാഡ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, ഇങ്ങനെ ഷീറ്റ്, അങ്ങനത്തെ സ്നഗ്ഗി പോലത്തെ ഷീറ്റ്, അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒന്നിലും നടന്നിട്ടില്ല. പിന്നെ കുറച്ച് വലുതായപ്പോൾ ഒരു 3-4 മാസമൊക്കെ ആയപ്പോഴാണ് അവൾക്കൊരു എന്താ പറയുക, തന്നെ ഒരു പക്വതയും ബുദ്ധിയൊക്കെ വന്നപ്പോൾ അവൾ പുറത്ത് പോയി ഒഴിക്കുക. ഇല്ലെങ്കിൽ അവളുടെ ഒരു സ്ഥലമുണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ പാഡും ഇതൊക്കെ വെക്കണ സ്ഥലം, അവിടെയൊക്കെ പോയി അങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പം പുറത്ത് തന്നെ പോകുന്നുണ്ട്. പിന്നെ അത്രയും വല്ല വയ്യായി അങ്ങനെ വന്നാലും മാത്രമാണ് പ്രശ്നമുള്ളൂ. അപ്പം അങ്ങനെയാണ്. പിന്നെ നമ്മുടെ മില്ലി ഇവള് വന്നേ പിന്നെ സത്യം പറയാലോ ആ മില്ലിക്ക് ഒരു സമാധാനം കിട്ടിയിട്ടില്ല. പിന്നെ മില്ലിക്ക് കുറച്ചെങ്കിലും ഒരു സന്തോഷം, കുറച്ചെങ്കിലും ഒരു സമാധാനത്തോടുകൂടെ വീടിൻ്റെ ഉള്ളിലേക്ക് നടന്നു തുടങ്ങിയത് ചക്കി വലുതായപ്പോഴാണ്. അപ്പോൾ പിന്നെ മില്ലിയുടെ അടുത്തേക്ക് അധികം ശല്യപ്പെടുത്താൻ ചെല്ലില്ല. ചക്കിയായിട്ടാണ് ഗുസ്തി മൊത്തം. ഇപ്പം എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മില്ലി ചക്കീനെ പ്രസവിക്കണ ആ ഒരു സമയത്താണ് ഇവള് വന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ചക്കീനെ, പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, അതിനെ ഈ കുക്കിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ. കാരണം മില്ലി പ്രസവിച്ച് കിടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ കിച്ചണിൻ്റെ കബോർഡിൻ്റെ ഏറ്റവും അടിയിലാണ്.
അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് മൂളിത്തെ ആ ഒരു ലെവലിലാണെങ്കിൽ കൂടി ഈ കുക്കിക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ല. ഇത് നമ്മളുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവള് അകത്ത് കയറും. ആ കുഞ്ഞിതല്ലേ, അതിനെ കടിക്കുകയോ അതൊക്കെ ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെ ഭയങ്കര എന്താ പറയുക, നല്ല ടെൻഷനായിരുന്നു ആ സമയത്ത്. ഇവളെ കുറച്ച് നേരം കാണാണ്ടാവുമ്പോഴേക്കും നമുക്ക് 1-2 പ്രാവശ്യം കുറച്ചൊന്ന് വലുതായ പിന്നെ 1-2 പ്രാവശ്യമൊക്കെ അറ്റാക്ക് ചെയ്യും നോക്കുകയൊക്കെ ഉണ്ട്. പക്ഷെ ഇവള് അതിനെ ഉപദ്രവിക്കണം എന്ന് വെച്ചിട്ടല്ല, കളിക്കാനാണ്. പക്ഷെ അവൾക്ക് അറിയുന്നില്ല അത്. ഈ ഒരു പ്രായം ഉണ്ടല്ലോ, ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൊന്നും തുറന്നിട്ടില്ലാത്ത സമയത്തൊക്കെ ഇവള് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ഭയങ്കര. പക്ഷെ പണ്ട്, അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ചക്കി കണ്ണ് തുറന്നിട്ട് സത്യത്തിൽ മില്ലീനെ കാണുന്നതിലും കൂടുതൽ കുക്കിയുടെ കൂടെ കളിച്ചിരിക്കണം. അമ്മയുടെ കൂടെ നമുക്കറിയാലോ എത്ര കളിച്ചിട്ടുണ്ടാവും അതില്ല. പക്ഷെ കുക്കിയുടെ കൂടെയാണ് ഇപ്പോഴും അവരുടെ സ്നേഹം നമുക്ക് എന്താ പറയുക, കണ്ടാൽ നമുക്ക് അതിശയം തോന്നും. നമ്മളിങ്ങനെ യൂട്യൂബ് ചില വീഡിയോസൊക്കെ കാണില്ലേ ഇവരുടെ സ്നേഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ശരിക്കും നമ്മളുടെ ചില ഇതുകളൊക്കെ ഉണ്ടല്ലോ, ഇൻസിഡൻ്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മളിങ്ങനെ അതിങ്ങനെ നോക്കി ആസ്വദിച്ച് പോകും. പക്ഷെ നമുക്കത് പിന്നെയോ അയ്യോ അത് എടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ വിചാരിക്കും. കാരണം എന്താ, ഇപ്പോൾ ഈ ഒരു പ്രായമായില്ലേ, അപ്പോൾ ഈ ചക്കി എന്താ ചെയ്യാന്നറിയോ, പുറത്ത് പോയിട്ട് വല്ല പാച്ചേനയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവള് പിടിച്ചിട്ട് വായയിൽ വെച്ച് കൊണ്ടുവന്നിട്ട് വീടിൻ്റെ അകത്തായിരിക്കുമല്ലോ കുക്കി, അവൾക്ക് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് അവൾ അതിനെ തട്ടിക്കളിക്കും. എന്നിട്ടും ചക്കി ഇങ്ങനെ അകത്ത് അങ്ങനെ കുറച്ച് നീങ്ങിയിട്ട് അവൾ ഇങ്ങനെ നോക്കിക്കെടുക്കും. ഇത് മിക്ക ദിവസങ്ങളിൽ സംഭവിക്കുന്നതാണ്. അതായത് ഇപ്പം ഈ പാറ്റാന്ന് തന്നെയല്ല, എന്തെങ്കിലും ഒരു ഇപ്പം മാവിൻ്റെ ഇലയാണെങ്കിലും ഒരു കുറച്ച് വികൃതമായൊരു, അതായത് അവൾ തട്ടിക്കളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക സൗണ്ട് വരുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള എന്ത് സാധനങ്ങളായാലും എടുത്തുകൊണ്ട് വരും, അകത്ത് വയ്ക്കും. അകത്തുനിന്നല്ല, ചിലപ്പോൾ സിറ്റ് ഔട്ടിലാണെങ്കിൽ അവളുടെ അടുത്ത് കൊണ്ട് ഇട്ട് കൊടുക്കും. ഇവള് തട്ടിക്കളിക്കുക, അവൾ നോക്കിയിരിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക, അവരുടെ ഭയങ്കര സ്നേഹം. അതുപോലെ തന്നെ രാവിലെ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവർ 2 പേരെയും നമ്മൾ വർക്ക് ഏരിയയിൽ ഇട്ടിട്ടാണ് രാവിലെ 3 പേരും, മില്ലിയും കുക്കിയും ചക്കിയും വർക്ക് ഏരിയയിലാണ് നമ്മൾ ഇവരെ ഉറങ്ങാൻ ഇടുന്ന സ്ഥലം. അപ്പോൾ ചക്കി അവിടെ ഒരു അൽമാരി ഉണ്ട്, അതിൻ്റെ മുകളിൽ ഞാൻ ഹോം ടൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാം. അൽമാരിയുടെ മുകളിലാണ് ചക്കി കിടന്നുറങ്ങുക. രാവിലെ ആകുമ്പോൾ നമ്മൾ ഡോർ തുറക്കുമ്പോഴാണ് അവൾ ഇറങ്ങി വരാം താഴത്തേക്ക്. പിന്നെ കുക്കി അവിടെ താഴെ ചവിട്ടിയുണ്ട്, ഒരു ചവിട്ടി, അതിലാണ് അവൾ കിടക്കുക. മില്ലി ആണെങ്കിലും അവളുടെ ഒരു ട്രേ ഉണ്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ ആ ട്രേയിലാണ് ഉറങ്ങുക. അപ്പോൾ ഇവർ 3 പേരും അവിടെ കിടന്നുറങ്ങും. ഇനി ചില ദിവസങ്ങൾ ഈ പൂച്ചകളാണല്ലോ, ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ചക്കിയൊന്നും വിളിച്ചാൽ വരില്ല. വൈകുന്നേരം എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയിനാൽ കുറേ അവിടെ കിടന്ന് വിളിക്കും. അയൽവക്കക്കാർ കേൾക്കുന്നുണ്ടാവും, അത്രയും ഓളിയിട്ടിട്ടാവും വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ ചില ദിവസം പെട്ടെന്ന് ഓടി വരും. ആ സമയം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി ഫുഡ് ഒരു 7 മണിയാകുമ്പോൾ അവർക്ക് കൊടുക്കും. 7 മണിക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോക്കുണ്ട് പുറത്തേക്ക്. അപ്പം ഞാനത് വിടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പിടല് മുള്ളല് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരില്ല. അപ്പോൾ എന്താ പറയുക, 99% വരും ഇവർ, കുക്കിയല്ല പൂച്ചകൾ വരും. ചിലപ്പോൾ ചില ദിവസം ഇവർ മിസ്സിങ് ആവും. ആ സമയത്ത് ഈ കൂക്കി ഒറ്റയ്ക്കാവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ രാവിലെ ഭയങ്കര ബഹളമാണ്. ഒരു 5:30 ഒക്കെ തുടങ്ങി ബഹളം വെച്ച് തുടങ്ങും. കാരണം ആരും ഇല്ലെങ്കിൽ ആ സമയമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും എനിക്കുണ്ടാവും. അപ്പോൾ ഇവരവിടെ കളിക്കുന്നുണ്ടാവും വർക്ക് ഏരിയയിൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഇത് തോന്നില്ല. ഈ ഉറക്കത്തിൽ നിന്ന് എനിക്ക് പിന്നെ രാവിലെ അപ്പോഴേക്കും വെളിച്ചം കാണുമ്പോഴേക്കും ചക്കി മില്ലിയും പുറത്ത് ഹാജരായിരിക്കും. അപ്പോൾ പിള്ളേർ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ഡോറ് തുറക്കില്ല, കാരണം ഇരുട്ടല്ലേ. അപ്പോൾ ഇവിടെ നല്ല അടി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ കണ്ട, ഇതൊക്കെയാണ് കുറുമ്പ്. ഇത് തുടങ്ങി വെച്ചത് ആരാന്ന് പറയും, ഞാൻ CCTV നോക്കിയാണ്. തുടങ്ങി വെച്ചത് നമ്മുടെ ചക്കിയാണ്. എന്നിട്ട് അവൾ കിടക്കണോക്ക് ഭയങ്കര ബുദ്ധി കേട്ടോ അതിന്, ഈ പൂച്ചക്കുട്ടിക്ക്. എന്നിട്ട് എൻ്റെ സനഡുമാണ് ഇപ്പോൾ ഈ തിന്ന് ഫുൾ നശിപ്പിച്ചത്. അതിൻ്റെ അപ്പുറത്തെ ഒരു പീസ് ലില്ലി ഉണ്ട്, അതിൻ്റെയും ഇലകൾ മുഴുവൻ നശിപ്പിച്ചു. ഇതൊക്കെ തന്നെ ഈ ചൊറിയ തല്ലൂടാ ചൊറിയ ഏത് നേരം. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ രാവിലെ ഭയങ്കര ബഹളമായിരിക്കും ഒറ്റയ്ക്കാണെങ്കിൽ. അല്ലെങ്കിൽ അവരവിടെ കളിച്ച് നമ്മൾ തുറക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കില്ല. ഇല്ലെങ്കിൽ നമ്മളെ സൗണ്ടൊക്കെ കേട്ടാലാണ് കുക്കി കരയുക, പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കുറയ്ക്കും, പുറത്തേക്ക് വരാനായിട്ട്. അപ്പം അങ്ങനെ മില്ലിയും ചക്കിയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചായി എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ സിറ്റ് ഔട്ടിൽ വന്നിരിക്കും, ജനവാലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കിയിരിക്കും അകത്തേക്ക്. കാരണം ഇവർ പുറത്താണല്ലോ, കയറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ പിള്ളേർ പഠിക്കുമ്പോൾ അവർ ഡോറ് തുറക്കില്ല, കാരണം ഇരുട്ടായിരിക്കും. അപ്പോൾ പുറത്ത് ഡോറ് തുറക്കാൻ അവർക്ക് പേടിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, വിൻഡോ ഷട്ടർ തുറന്നു കൊടുത്താൽ അവരകത്തേക്ക് കയറിക്കോളും. അപ്പം അകത്തേക്ക് കയറി ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഡോറിൻ്റെ അവിടെ ഇവളെ തുറക്കണത്. അത് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ല, ഒരു സ്നേഹപ്രകടനം കാണണം.
ഇവർ ഭയങ്കര കിസ്സിങ് കോമ്പറ്റീഷനും പിന്നെന്താ ഭയങ്കര മുട്ടലും ഒരു ഭയങ്കര രസമാണ് അത് കാണാൻ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും നടക്കണ സാധനമാണ്. പക്ഷെ വീഡിയോ പക്ഷെ ഞാൻ എടുത്തു വെക്കാം കേട്ടോ. എപ്പോഴെങ്കിലും ഇതിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. പിന്നെന്താ കുക്കിയുടെ ഹെയർ കട്ട് സ്ഥിരമായിട്ട് ചെയ്യണതാണ്. ഞാനാണ് ഹെയർ കട്ട് ചെയ്യുന്ന ആള്. പക്ഷെ നമ്മൾ പഴയ വീഡിയോയിൽ അന്ന് ഒരു ഇതിൽ സലൂണല്ലേ എന്നെ പറയാം കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആദ്യമായിട്ട്. അതായത് എനിക്ക് 8ാം മാസത്തിലാണ് ആദ്യമായിട്ട് അവളെ നമ്മൾ പുറത്തു പോയി കട്ട് ചെയ്യിപ്പിച്ചത്. അതുവരെയുള്ള കട്ടിങ് മൊത്തം ഞാൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്യും. അത്ര ഭംഗിയിൽ വലിയ കുഴപ്പമില്ലാതെ ഭംഗിയിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യും. നമ്മളുടെ പിള്ളേരെ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ നമ്മളെ പിള്ളേരാണെങ്കിൽ നമ്മൾ ചീത്ത പറയും എന്താ കേട് വന്നു കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമുക്ക് എന്താ വെട്ടിപ്പടിക്കാമല്ലോ സുഖമായിട്ട്. അപ്പം അവള് കുറുമ്പുണ്ടല്ലോ ആക്ച്വലി നമുക്ക് നേരം പോക്കെന്ന് വെച്ചാൽ നേരം പോക്കാം. ഇത് നമ്മളെ ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ട്രീയുടെ താഴെ നമ്മൾ പുല്ല് വിരിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മള് അതൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് നമ്മളന്ന് വീഡിയോ എടുത്തിട്ട് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാ. ഒരു മാസം മുന്നേ സെറ്റ് ചെയ്ത് വെച്ചു. വീഡിയോത്തൊക്കെ സെറ്റ് ചെയ്തു പകുതിയാക്കി വെച്ചിട്ടുള്ളൂ. പിറ്റേ ദിവസം പകുതി ചെയ്യാന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞ് എന്താ ഉണ്ടായേ, പിറ്റേ ദിവസം രാവിലെ വൈകുന്നേരം ഇവര് ഞാൻ പറഞ്ഞില്ലേ കുറച്ചു നേരം പുറത്താണ്. കുക്കിയും പുറത്തായിരിക്കും. അവര് മോളിക്ക് അവിടെ ഇവിടെയൊക്കെ പോവും. കുക്കി പക്ഷെ ആ ഗേറ്റിന്റെ അവിടെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ പോകും. അത് കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കയറുമ്പോഴാണ് ഇവിടെ അകത്തേക്ക് കയറുള്ളൂ. ആ സമയം കൊണ്ട് അവൾ ആ പുല്ല് താഴെ വെച്ചിട്ട് ആ ഗ്രാസൊക്കെ ഉണ്ടല്ലോ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മുഴുവൻ പറിച്ച് നശിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മൾ കുളത്തിട്ടിരിക്കുന്നതെല്ലാം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടെ പിന്നെ ഞാൻ അവിടെ ഇട്ടു. ക്രിസ്മസ് ട്രീ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നോ തലേ ദിവസമാണ് പിന്നെ ആദ്യം അറേഞ്ച് ചെയ്തത്. കാരണം കാര്യമില്ല, ഇതെല്ലാം അക്രമം. അപ്പം അതുകൊണ്ട് കാരണം എല്ലാ ദിവസവും നമ്മൾ ഇവരെ പുറത്തേക്ക് വിടണു എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഓരോന്ന് ശരിയാക്കി വെച്ചു. എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. മറ്റേ നമ്മളെ രൂപങ്ങൾ വെക്കില്ലേ ക്രിസ്മസ് ക്രിബിൻ്റെ അകത്ത്, ആ ക്രിബിൻ്റെ അകത്ത് വെച്ച രൂപങ്ങളൊക്കെ നമ്മളുടെ പുറത്ത് അവർ എടുത്തുകൊണ്ട് പോയി തട്ടി കളിക്കുകയായിരുന്നു ചക്കിയും കുക്കിയും കൂടെ. അപ്പോൾ അതൊക്കെയായിരുന്നു അവസ്ഥ. ഇത് കണ്ടില്ലേ, അയ്യോ ഒരു ദേവൂട്ടനായിട്ടാണ് ഫുൾ ടൈം കളി. അതായത് ഫസ്റ്റ് ഞാനാണ് മുകളിൽ നിന്ന് ഇറങ്ങി വരാം, ഉറങ്ങി കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം. പിന്നെ ഹസ്ബൻഡ് വരും. പിന്നെ ഒരാൾ മിക്കതും നേരത്തെ എനിട്ടിരുന്ന് പഠിക്കുന്നുണ്ടാവും കേട്ടോ. ഞാനല്ല ഫസ്റ്റ് വരാം, അവളാവും മിക്കപ്പോഴും. ഫസ്റ്റ് അവൾ വന്നിരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് അവളാണ് അപ്പോൾ തുറന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന് എൻ്റെ അടുത്ത് കുറച്ച് സ്നേഹപ്രകടനമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. സ്റ്റെപ്പുമ്മ മുകളിലേക്ക് കയറാൻ പറ്റില്ല, നമ്മളവിടെ ഒരു തുണി കെട്ടിയിട്ടിരിക്കുക. കാരണം ഇല്ലെങ്കിൽ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ അവിടെ ആകെ ഓടിക്കഴിഞ്ഞാൽ താഴെ വീണാലോ എന്നറിയില്ല. എപ്പോഴെപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി അവൾക്ക് അത്ര അങ്ങോട്ട് പരിചയമൊന്നുമില്ല. ഞങ്ങൾക്ക് പേടിയാട്ടോ, അവൾക്ക് പേടിയുണ്ടാവില്ല. അപ്പം ഇങ്ങനെ നോക്കിയിരിക്കും അടുത്ത ആൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ വരുമ്പോൾ പിന്നെ കുറേ കാലുമലും കൈമലും നക്കലും പിടിക്കലും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവൾക്കറിയാം ഇനി രണ്ടാളും കൂടെ വരാനുണ്ട്. ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ദേവൂട്ടനെ വരാം. ദേവൂട്ടൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഗുസ്തി. അവൻ്റെ അടുത്ത് കളിക്കുക. കാരണം അവനിങ്ങനെ കളിക്കാൻ കൂടും. അതുപോലെ അവൻ എപ്പോഴും ഫുട്ബോൾ കളിയാണ് പണി, അകത്തും പുറത്തൊക്കെ. അപ്പോൾ അവൻ്റെ ബോൾ പിടിക്കലും അങ്ങനെ ചെറുപ്പത്തിലേ തൊട്ട് ആ ഒരു ഇതായതുകൊണ്ട് അവൾക്ക് അവൻ്റെ കൂടെയാണ് കൂടുതലും കംഫർട്ടബിൾ ഭയങ്കര. പിന്നെ പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അമ്മമാളും അങ്ങനെ ഫുൾ ടൈം എടുത്തുകൊണ്ട് നടക്കുക, ഇങ്ങനെ കൊഞ്ചിച്ച് നടക്കലൊക്കെയാണ് അവരുടെ പണി. കളിക്കണമെങ്കിൽ ശരിക്കും ദേവൂട്ടൻ തന്നെ വേണം. കണ്ടില്ലേ ചൊറിച്ചൽ ഈ ചക്കീണ്ടല്ലോ, ഈ ഒരു ഭയങ്കര ഇവർ എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ഒന്നും. എന്നിട്ട് ഞാൻ ഈ ഭയങ്കരം പറഞ്ഞൊരു വഴിയായി. എന്താ നമുക്ക് ഭയങ്കര നേരം പോക്കാണെങ്കിലും പിന്നെ ഇവർക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമായിട്ടാണ്. അതും പറയണല്ലോ. കുക്കിക്ക് അങ്ങനെ പക്ഷെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെഡിയുടെ വയറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെൻസിറ്റീവാണ്. ഗോൾഡൻ റിട്രീവർ ആയ കാരണം എനിക്കറിയില്ല, ആ ബ്രീഡ് ഭയങ്കര പ്രശ്നമാണ്. അതായത് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അപ്പം അവനത് ലൂസ് മോഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. പക്ഷെ കുക്കി ഉണ്ടല്ലോ വളരെ ഫാർ ബെറ്ററാണ്. അവളുടെ ഇപ്പം നമ്മൾ കഴിക്കണേന്ന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഈ മസാലയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അവളങ്ങനെ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഞാൻ പറയാണ്, സജഷൻ പറയാണ്, എൻ്റെ ഒരു അനുഭവത്തിൽ ഷിറ്റ്സൂന് അങ്ങനെ വയറിന് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളോ അങ്ങനെയൊന്നും വരാൻ ഭയങ്കര ചാൻസ് കുറവാണ്.
പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര പിണക്കം കൂടുതലാണ്. നമ്മൾ അവർ അത്രയും കെയർ ചെയ്യണം, ഒന്നും മൈൻഡ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ. നമ്മുടെ വീഡിയോ നമ്മുടെ കുക്കിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? കുക്കി, ചക്കി, മില്ലി, ടെഡി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ നമ്മളുടെ നായിക ചക്കി.